In life, we all want to do something. We all want to do something great. കുറേ ആളുകൾ കുറേ മോട്ടിവേഷണൽ വീഡിയോസ് കാണുന്നുണ്ട് യൂട്യൂബിൽ. ബട്ട് സ്റ്റിൽ ദേ ഡോണ്ട്. ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും അവർക്ക് കാണുന്നില്ല. ബിക്കോസ് യു കാൺട്ട് ബിൽഡ് എ സക്സസ്ഫുൾ ലൈഫ് വിത്ത് ജസ്റ്റ് മോട്ടിവേഷൻ അൺടിൽ യു ബ്രിങ് ഡിസിപ്ലിൻ ഇൻ ടു യുവർ ലൈഫ്. If you don't fully understood watch this today's video till the end. I promise this story can change your life. ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു ചെറിയൊരു പയ്യൻ ജീവിച്ചിരുന്നു. അവൻ്റെ പേര് ഏതൻ എന്നാണ്. അവൻക്ക് വലിയൊരു ഡ്രീം ഉണ്ടായി. He wanted to do something great in his life. Every day he watched motivational videos, read inspiring stories and listened to successful people speak. ഇവൻ എപ്പോഴും ഇവനോട് തന്നെ പറയും, I will study for 6 hours every day starting tomorrow. I will change everything. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവനിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു പവർ കിട്ടിയ പോലെ ഇങ്ങനെ നടക്കും. പക്ഷേ ആ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഒരുപാട് നേരം നീണ്ടു നിൽക്കില്ല. ജസ്റ്റ് എ കപ്പിൾ ഓഫ് ഡേയ്സ് ഹി വുഡ് ഗോ ബാക്ക് ടു ഹിസ് ഓൾഡ് ലേസി ഹാബിറ്റ്സ് ആൻഡ് മേക്ക് എക്സ്ക്യൂസസ്, ട്രൈയിങ് ആൻഡ് ഫെയിലിംഗ് അഗെയിൻ ആൻഡ് അഗെയിൻ മെയ്ഡ് ഈതൻ ഫീൽ വെരി ഫ്രസ്ട്രേറ്റഡ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഏതൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ബെന്നിനെ കാണുന്നത്. ബെൻ ഇവനെ കാണുന്നുണ്ടായിരുന്നു. ഇവനേതോ ലോകത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കണേ. ബെൻ വോക്കപ്പ് ഏർലി എവറി ഡേ, ഫോളോഡ് എ റൂട്ടീൻ, സ്റ്റഡിഡ് ഓൺ ടൈം ആൻഡ് സ്ലോലി ഇംപ്രൂവ്ഡ് ഹിംസെൽഫ് ഡേ ബൈ ഡേ. ഏതൻ ലുക്ക്ഡ് അറ്റ് ബെൻ വിത്ത് സർപ്രൈസ്. ഹൗ ഡു യു ഡു ഇറ്റ് ബെൻ? ഏതൻ ചോദിച്ച്, നീ എന്താ ഇങ്ങനെ മോട്ടിവേറ്റഡ് ആയി നിൽക്കാനുള്ള കാരണം? ഏതൻ ചോദിച്ച്, എങ്ങനെ നിനക്ക് ഈ കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും കറക്റ്റ് കൊണ്ടുപോകാൻ കഴിയുന്നത്? ബെന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞ്, ഐ ഡോണ്ട് റിലൈ ഓൺ മോട്ടിവേഷൻ ഏതൻ, ഐ ട്രസ്റ്റ് ഇൻ ഡിസിപ്ലിൻ. ഏതനിങ്ങനെ ആശ്ചര്യപ്പെട്ടുകൊണ്ട് ഞാൻ ചോദിച്ചു, ബട്ട് ഈസ് നോട്ട് മോട്ടിവേഷൻ ഈസ് ദ റിയൽ കീ ടു സക്സസ്? ബെൻ ഷുക്ക് ഹിസ് ഹെഡ് ആൻഡ് സെഡ്, കം വിത്ത് മീ ടു ദ റിവർ സൈഡ്. അങ്ങനെ ഏതനെ ബെന്നെ റിവർ സൈഡിലേക്ക് പിറ്റേന്ന് കൂട്ടിക്കൊണ്ടുപോയി. The next morning before sunrise, Ethan went with Ben to the river. അപ്പോഴാണ് അവിടെ ഒരു ഓൾഡ് മാൻ ഇരിക്കണത് കണ്ട്. ഒരു ഓൾഡ് ഫിഷർമാനാണ്. അവരുടെ കൈയൊക്കെ നല്ല പവറായിട്ട് തന്നെ അവന് കാണാൻ കഴിയുന്നുണ്ട്. ബെന്ന് ചോദിച്ച് അവരോട്, ഗ്രാൻഡ്പാ, നിങ്ങൾ ഡിസിപ്ലിനെ കുറിച്ചാണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? ആ ഫിഷർമാന് ഏതനെ നോക്കി ഒന്ന് ചിരിച്ചു. നീ ഈ പുഴ കാണുന്നുണ്ടോ? ഞാനിവിടെ എല്ലാ ദിവസവും ഈ കറക്റ്റ് ടൈമിൽ ഞാനിവിടെ എത്തും. ആ കാലാവസ്ഥ കോൾഡോ റെയിനിയോ സണ്ണിയോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ഈ മീൻ പിടിക്കണ വല ഇതിലെറിഞ്ഞ് സമാധാനത്തോടെ നോക്കി നിൽക്കും. ചില ദിവസം എനിക്ക് കുറേ മീനുകൾ കിട്ടും, ചില ദിവസം എനിക്ക് കുറച്ച് മീൻ കിട്ടും. ബട്ട് ഐ നെവർ സ്റ്റോപ്പ്. ഫിഷർമാൻ ചോദിച്ചു, അതിൻ്റെ കാരണം എന്താ അറിയുമോ? അപ്പോൾ ഏതെങ്കിലും ആലോചിച്ചാണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് മീൻപിടുത്തം അത്രക്കും ഇഷ്ടമായതുകൊണ്ടായിരിക്കാം എന്നങ്ങനെ പറഞ്ഞു. ആ ഫിഷർമാന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊന്നുമല്ല, ദിസ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ഒരുപക്ഷെ ഞാനിവിടെ വന്നില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് പട്ടിണിയായിരിക്കും. ഐ ഡോണ്ട് വെയിറ്റ് ഫോർ എനി മോട്ടിവേഷൻ, ഐ ബിലീവ് ഇൻ ഡിസിപ്ലിൻ. ഫിഷർമാൻ ആസ്ക്ഡ്, മോട്ടിവേഷൻ ഈസ് ലൈക്ക് എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്. ഇറ്റ് ഷൈൻസ് ബ്രൈറ്റ്ലി ഫോർ എ മൊമെൻറ്റ്, ദെൻ ഇറ്റ്സ് ഗോൺ. But discipline is like a fire. It burns slowly every day, no matter what happened around it. Then he pointed to a bamboo tree nearby and asked, have you ever heard the story of the bamboo tree? Ethan shook his head. The fisherman said, a farmer once planted a bamboo seed. Every day he watered it, gave it sunlight and took care of it. 1 year passed, nothing happened. People laughed and said he was waiting his time. Still nothing happened in the second year or the third, even the fourth. But the farmer did not give up. There was a spark in the fisherman's eyes. Then suddenly in the 5th year, do you know what happened in just 6 weeks? The bamboo grew 90 feet tall. Do you know why? Ethan's eyes grew wide. Because during those years, the tree was growing roots under the ground. അപ്പോൾ ഈ സ്റ്റോറി പറയുന്നത്, നിങ്ങൾ ഒരു മോട്ടിവേഷനും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതില്ല, കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാം. ആ ബാംബൂ ട്രീനെ പറഞ്ഞ പോലെ എന്താ പറയുക, നമുക്ക് ഔട്ട്പുട്ട് പെട്ടെന്ന് കാണാനൊന്നും കഴിയില്ല. ആ ബാംബൂ ട്രീ ആദ്യം അടിയിൽ വേര് ഉറപ്പിച്ചിട്ടാണ് പിന്നെ മുകളിലോട്ട് വർക്ക് ചെയ്യണത്. ഡിസിപ്ലിൻ ഈസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്.
You may not see any results at first, but if you stay patient and keep going, one day you will definitely succeed. Something charged inside the Ethan. Ethan എപ്പോഴും ഒരു മോട്ടിവേഷനും വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. അവൻ റിയലൈസ് ചെയ്തിട്ടുള്ളത് ക്വിക്കായിട്ട് റിസൾട്ട് കിട്ടുന്ന കാര്യത്തിനും വേണ്ടിയിട്ടാണ്. Now he understood discipline is the real key. From that day, Ethan made up his mind. He would really change his life. Instead of waiting for motivation, he created a routine even on days when he did not feel like it. He studied on days he was tired. He still exercised. Even when he felt sleeps, he woke up early. Days turned into weeks, weeks into months, and months into years. അപ്പോൾ ഡിസിപ്ലിനാണ് എല്ലാത്തിനും മെയിൻ. നമുക്കൊരു കാര്യം നേടണമെന്ന് വിചാരിച്ചാൽ ഡിസിപ്ലിനായിട്ട് വർക്ക് ചെയ്യാം. ഒരുപാട് നേരം വർക്ക് ചെയ്താലും ചിലപ്പം റിസൾട്ടൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തും. ദാറ്റ്സ് ഓൾ ഫ്രം മീ ടുഡേ. പിസോ മോട്ടീവ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി വെക്കുക, സപ്പോർട്ട് ചെയ്യുക.